ഒരു വസ്തു കേടുവന്നു. കേടുവന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിന്റെ വ്യവസ്ഥ എവിടെയോ തെറ്റിയിട്ടുണ്ട്. ഇതാണല്ലോ. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തേണ്ടതാണ്. ഇപ്പൊ ലൈറ്റ് കത്തുന്നില്ല. എവിടെയോ ഒരു വ്യവസ്ഥ അതിന്റെ തെറ്റിപ്പോയി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വ്യവസ്ഥ തെറ്റുന്നുണ്ട്. എക്സ് എന്ന വ്യക്തിയായിട്ട് വലിയ ലോകത്തിലായിരുന്നു. ഇപ്പോ തെറ്റാണ്. തെറ്റാൻ കാരണം എന്താ? നമ്മളെവിടെയോ വ്യവസ്ഥ വെച്ചിട്ടു. വളരെ പരിചയമുള്ള ഒരു കുടുംബം ഇപ്പൊ 2 മാസമായിട്ട് വിവരമൊന്നുമില്ല. ഞാൻ ഫോൺ വിളിക്കുന്ന സ്വഭാവമില്ല. ഇങ്ങോട്ട് പലവരും വിളിക്കാന്നല്ലാതെ അങ്ങോട്ട് വിളിക്കുന്നത് വളരെ അപൂർവത്തിൽ അപൂർവമാണ്. ഒരു ദിവസം ശരാശരി ഒരു കാള് പോലും വരാറുണ്ട്. 2 മാസമായിട്ട് വിവരം വന്ന് കാണലൊന്നും ഇല്ലാതായപ്പോ ഞാൻ വിളിച്ചു. എന്താ സൂക്കടൊന്നുമില്ലല്ലോ. നോക്കുമ്പോ ഞാൻ വ്യവസ്ഥ തെറ്റിച്ചിട്ടില്ല. ലോകം തന്നെയാണ്. മറ്റാളെന്തോ ബിസിയാണ്. ഓരോരോ കാര്യത്തിന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയതാണ്. ഇനി അതിൽ വരുമ്പോ കയറാന്നും. ഈ വ്യവസ്ഥ വെച്ചിട്ടല്ലേ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വിഷയം കൂടെയാ. സൂക്കട എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയോ ഒരു വ്യവസ്ഥ തെറ്റി. ആ തെറ്റിച്ച വ്യവസ്ഥ എന്താണെന്ന് അറിയണ്ട. ലക്ഷണം മാറ്റി തരികയാണ് വൈദ്യശാസ്ത്രങ്ങളൊക്കെ ചെയ്യും. എന്താ പ്രശ്നം? ഇവിടെ ഒരു വേദന. എന്ത് കാരണവശാലാണ് വേദന വന്ന് അറിയണ്ട. യന്ത്രം പറഞ്ഞു ഇതിങ്ങനെ മുറിച്ചു കിടന്നാൽ ശരിയാവും. പ്രശ്നം തീരും. പണ്ടത്തെ ജീവിതം ആവർത്തിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. തെറ്റിയ വ്യവസ്ഥ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ രീതിയിൽ അനവധി മാർഗങ്ങളുള്ളതിലത്തെ ഒരു കാര്യമാണ്. അതിലത്തെ ഒരു കാര്യം ശരീരം എന്താണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ലോകമോ? ലോകം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഭൂതം, നിങ്ങളെന്താ ഈ ഭൂതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു? ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചല്ല ഉണ്ടായത് എന്ന് അർത്ഥമുള്ളൂ. ഉണ്ടായത്, അതാണ് ഭൂതം. ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കണത് നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മുടെ അകത്ത് വലിയൊരു രൂപം വന്നു, നമ്മൾ അതിനെ ഭൂതം എന്ന് വിളിച്ചു ഉണ്ടായതാണ്. ശരീരം പഞ്ചഭൂതം, പുറമെയുള്ളതും പഞ്ചഭൂതം. നിർമ്മിക്കപ്പെട്ട ഏത് വസ്തുവാണ് അതാണ് പുറത്തുള്ളത്. അപ്പൊ പുറത്തുള്ളത് മുഴുവൻ നമ്മുടെ അകത്താണ്. പുറത്ത് കനത്ത ചൂടാണെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ചൂട് വരില്ലേ? കനത്ത ചൂടാണെങ്കിൽ ജഠരാഗ്നി തോറ്റുപോകും. ആഹാരം കഴിക്കണമെന്ന് ഇല്ല. കനത്ത തണുപ്പാണെങ്കിലോ? പുറത്ത് കനത്ത തണുപ്പ്, നമ്മുടെ ശരീരം ആ തണുപ്പിനെ ഏറ്റുപിടിച്ചു. അതാണ് കുളിര് വരുന്നത്. അപ്പൊ രാത്രി പതിവ് വരെ കുളിക്കാൻ തുടങ്ങുമ്പോ തണുത്തിട്ട് കുളിക്കാൻ വയ്യ എന്ന് ഞാൻ പറഞ്ഞ് ഭാര്യ കെട്ടു. വെള്ളം ചൂടാക്കണം, ഒപ്പം വെക്കാന്ന്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട, ഇതൊക്കെ ഇത് ശീലവുന്നില്ല. ഇപ്പൊ ആ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നിടത്തോളം കാലം കുറച്ച് കഴിഞ്ഞാൽ മാറിട്ടോ, അതൊന്നും സ്ഥിരമല്ല. അതെന്ന കളി. ഇനി ചൂടുവെള്ളത്ത് കുളിക്കാം. ചൂടുവെള്ളത്ത് കുളിയല്ല,
കുളിർമ എന്നുള്ളതിന്റെ പേരാണ്, ചുരുക്കമാണ് കുളി. 5 ഭൂതങ്ങളിൽ ചില ഭൂതം ഉടക്കി നിൽക്കുന്നതിന്റെ പേരല്ലേ രോഗം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചഭൂതം എന്തെന്നാണ് എല്ലാവരുടെ ശരീരത്തിൽ. അതറിയാതെയും ഏതെങ്കിലുമൊക്കെ പരീക്ഷാ പാസ്സാവൽ നടക്കും. പരീക്ഷാ പാസ്സാവലൊക്കെ നടക്കും. പഞ്ചഭൂതങ്ങൾ അറിയണ്ട. എന്ത് ഭൂതം എന്ന് ചോദിക്കാം. പഞ്ചഭൂതങ്ങൾ 5 അത് 5 ചേർന്നതാണ് ശരീരം. പുറത്തും അതാണ്. അതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിലനിർത്തുന്നത് ആരാണ്? ശിവശക്തിയാണ്. അയ്യോ, ശിവൻ എന്നൊക്കെ പറഞ്ഞ അന്ധവിശ്വാസം ഒന്നും പറയരുത്. ശിവൻ ജനിച്ചിട്ടില്ല പോലെ അന്ധവിശ്വാസം മതിയില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല ശിവന്. ബാക്കിയുള്ളവർക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ശിവജയന്തി അങ്ങനെയൊന്നും ഇല്ലല്ലോ. ശ്രീകൃഷ്ണ ജയന്തി ഉണ്ട്, ശ്രീരാമ ജയന്തി ആവാം, ഒക്കെ ആവാം. ശിവൻ ജനിച്ചവർക്കല്ലേ ജയന്തി ഉള്ളൂ. ഇവിടെ ശിവനല്ല എന്നുണ്ടോ? ശിവൻ നഷ്ടപ്പെട്ട എന്തായി? ശവമായി. ഈ ശിവനെ 5 ഭൂതങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് 5 മഹാക്ഷേത്രങ്ങളെ കുറിച്ച് ഭാവന ചെയ്ത ബുദ്ധിമാന്മാരെ നമ്മൾ അഭിനന്ദിക്കണം. ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ലാത്തവർ പറയണത് പത്രങ്ങളിൽ വലിയ തലക്കെട്ട് വായിക്കുകയും അവരുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ അവരുടെ ബുദ്ധിവൃത്തി പഞ്ചഭൂതങ്ങൾ 5നെയും ശിവശക്തിയായിട്ട് ബന്ധിപ്പിച്ചു. ആ മിടുക്കൊന്ന് ആലോചിക്കണം. 5 ക്ഷേത്രങ്ങളും നേർവഴിയിലാണ്. 78 ഡിഗ്രി എന്തോ പറഞ്ഞു. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. നേർവഴിയിലാണെന്ന് ആചാര്യന്മാര് പറഞ്ഞത്. ആകാശതത്വമാണ് ആദ്യത്തെ. നമ്മുടെ ശരീരത്തിനകത്ത് മുഴുവൻ ആകാശമേ ഉള്ളൂ. ഈ ബോർഡിനകത്ത് ആകാശത്ത് അങ്ങോട്ട് മാറ്റിയാൽ കാച്ചിയ പപ്പടത്തിൽ നിന്ന്, കാച്ചിയ പപ്പടത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. അതിങ്ങനെ ചിലയിടത്തിൽ സദ്യക്ക് പോയോ വലിയ 2 പപ്പടം ഇലയുടെ നടുവിൽ കൊടുന്നേക്കും. അപ്പൊ പിന്നെ ബാക്കിയുള്ളൊക്കെ കുറച്ച് സ്പൂണോട്ട് വിളമ്പിയാൽ മതിയാണോ. വലിയ പപ്പടം കൊടുക്കും. ചിലർ ആ പപ്പ എടുത്തിട്ട് ഒരു പിടി പിടിച്ചാൽ ആ സ്പേസ് മുഴുവൻ കിട്ടണുണ്ടായിരുന്നു. ആകാശമായിരുന്നു അതിനു മുമ്പേ ആ പപ്പടത്തിനകത്ത്. അതങ്ങോട്ട് പൊടിച്ചു. ആ പൊടിച്ചു പോയാൽ അതിനകത്ത് ആകാശമുണ്ട്. അത് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ രൂപം ഉണ്ടായത്. ആകാശതത്വം ശിവനുമായിട്ട് ചേർന്നു. ചിദംബരം, ചിത്താകാശം, അവിടുത്തെ പൂജാവിധികൾ അതിനനുസരിച്ചാണ്. ചില അസുഖങ്ങൾ വരും ആകാശതത്വവുമായിട്ട് ബന്ധപ്പെട്ട്. ബോഡിയിൽ മുഴുവൻ ആകാശമാണ് എന്ന് പറയുമല്ലോ. കരിങ്കല്ലിന്റെ ഒരു പർവ്വതം അങ്ങോട്ട് പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മുഴുവൻ ആകാശമാണ്. ആ പർവ്വതത്തിനകത്ത് ചില അസുഖങ്ങൾ നമുക്ക് വരാൻ കാരണം ആകാശത്തിന്റെ ബേസിക് ക്യാരക്ടറാണ് വിനയം. വിനയമില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ എന്റെ വീട്ടിൽ കണ്ട അഹങ്കാരിയായിട്ട് നടക്കുക. എന്നിട്ട് ഞാൻ എന്നോട് പറയാം, എന്തൊക്കെ ചെയ്തോനാ ഞാന്നറിയോ? ഈ പെഴ ഞാൻ വെച്ചതാ. ഒക്കെ എന്റെ. ഒരു കർമ്മം നാം ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ തന്നെ കഴിഞ്ഞു വരും. അങ്ങനെ വിചാരിക്കാത്ത ഒരാൾ ഈ ഭൂമുഖത്തുണ്ടോ അറിഞ്ഞൂടാ. പുരാണത്തിൽ ഒരാളുണ്ട്, ഹനുമാൻ. ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും ലോകത്തുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഈ പഞ്ചഭൂത ക്ഷേത്രങ്ങൾ, ആകാശം,
വായു കാളകർത്തി, അഗ്നി തിരുവണ്ണാമല, തിരുവാനക്കാവ് പള്ളി, ജംബുകേശ്വര ക്ഷേത്രം, കാഞ്ചീപുരം, 5 ഭൂമി തത്വം ഉൾപ്പെടെ നമ്മുടെ ഇക്വിലിബ്രിയം ഈ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഓക്കെയാവും. അത് കുറച്ച് കനത്ത വിഷയമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇല്ലാത്താന്ന് വിചാരിക്കും. എന്നാ സൂക്കട് വന്നു, ആ സൂക്കട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തിരുവണ്ണാമല പോയിട്ട് കാര്യമില്ലാന്ന് ഞാനും പറയും. ഇപ്പൊ തൽക്കാലം അലോപ്പതി ട്രീറ്റ്മെന്റോ എന്തെങ്കിലും ചെയ്യാം. ഈ ജ്ഞാനമുള്ള വ്യക്തികള് തൽക്കാലം പിടിച്ചു വെക്കണമല്ലോ. ഇന്നതുകൊണ്ടാണ് എന്ന് വിചാരിച്ച് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് ഗുണം കിട്ടും. വായു സംബന്ധമായുള്ള കാര്യമാണെങ്കിൽ കാണുക. അഗ്നി ജലതത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി കാഞ്ചീപുരം, ഈ മാനസികാവസ്ഥയുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ പഞ്ചഭൂതങ്ങള് ഓക്കെ. നിത്യജീവിതത്തിൽ തന്നെ ആലോചിച്ചു കൊടുക്കൂ. കനത്ത ചൂടിലിപ്പോ ഫാൻ്റെ അടുത്തേക്ക് പോകാറില്ല, അത് കൃത്യമാക്കി തരാറുണ്ടല്ലോ. കനത്ത തണുപ്പുള്ളപ്പോ അടുപ്പിന്റെ അടുത്തേക്ക് കൂടി നമ്മൾ തീ കയറാറുണ്ട്. വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് പഞ്ചഭൂത ക്ഷേത്രങ്ങൾ. ഇനി ഞാൻ ആ വിഷയം പറഞ്ഞുകൂടായില്ല, കാരണം എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ് പഞ്ചഭൂതങ്ങൾ. ചിന്തയ്ക്ക് വിട്ട് എല്ലാവർക്കും നമസ്കാരം.